ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലേ. നാട്ടിലുള്ള എല്ലാ കമ്പനികളിലേക്കും നാട്ടിലുള്ള എല്ലാ എന്തൊക്കെയുണ്ടോ അതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അതിലൊക്കെ നമുക്ക് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലാഭം എന്ന് ബെനിഫിറ്റ് എന്ന് പറയുന്നതിനേക്കാളും 100 ഇരട്ടി അല്ലെങ്കിൽ 1000 ഇരട്ടിയാണ് നമ്മൾ നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്നത്. അത് സമ്പത്താവട്ടെ, അത് ഹെൽത്ത് ആവട്ടെ, എല്ലാം നമ്മളിലേക്ക് ധാരാളം വന്നു ചേരുന്ന ഒരു സാധനമാണ് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ. ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് എന്തിന്, നമ്മളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ട്? ഫസ്റ്റ് നമ്മൾ ആദ്യം ഗോള് പറയുക, അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുക. നമ്മളിലേക്ക് നല്ല ഹെൽത്തി ഫുഡുകൾ, ഹെൽത്തി ഡയറ്റ്സുകൾ, ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഹെൽത്ത് ഉണ്ടാവും. ഹോസ്പിറ്റലിൽ ഒരുപാട് പോയി കിടക്കണ്ട, ഹോസ്പിറ്റലിൽ രോഗിയായി ജീവിക്കേണ്ട, മെഡിസിൻ ഒരുപാട് കഴിക്കാതെ നമുക്ക് നമ്മുടെ ലൈഫിനെ വേണ്ട രൂപത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. അതേപോലെ തന്നെ ഹെൽത്തിനും പ്രാധാന്യം പറയുമ്പോൾ നമ്മൾ നല്ല എക്സസൈസ് അല്ലേ, വാക്കിങ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു അരമണിക്കൂർ എക്സസൈസ്, ഇതൊക്കെ നമ്മളെ ബോഡിക്ക് ആവശ്യമായ സാധനങ്ങളാണ്. അതേസമയം മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ മാനസികമായിട്ട് നമ്മളൊക്കെ ആര് ജീവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു കാരണമുണ്ട്. എന്താണ്? സമാധാനം, സന്തോഷം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു പാരന്റ് വന്നു, നല്ലൊരു മോന്. ആ മോന് പിന്നെ നല്ല പക്വതയുള്ള, നല്ല ബുദ്ധിയുള്ള നല്ലൊരു മോന്. എന്നോട് പറഞ്ഞത് കുറച്ച് സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ ആയിട്ടാണ് വന്നത്. എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്ക് ജീവിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ, എന്ത് പറ്റി ജീവിക്കണ്ട എന്ന് തോന്നാൻ? അപ്പോൾ പറഞ്ഞു, എന്തിനാ, നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരു ലക്ഷ്യം വേണ്ടേ, ഒരു സന്തോഷം കിട്ടണ്ടേ, സന്തോഷം വേണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് സന്തോഷക്കുറവ്? നിന്റെ വീട്ടിൽ ആവശ്യത്തിന് സമ്പത്തുണ്ട്, പിന്നെ നീ നല്ലൊരു കോഴ്സാണ് പഠിക്കുന്നത്, പിന്നെ വേറെ എന്താണ് നിനക്ക് വേണ്ടത്? കാണാനും അതീവ സുന്ദരനാണ്, എന്താ നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ സുന്ദരനല്ല, എന്നെ കാണാൻ ഒന്നിനും കൊള്ളൂല, എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ട കോഴ്സ് അല്ല ഞാൻ പഠിക്കുന്നത്, എനിക്ക് അതിനൊന്നും പറ്റിയില്ല, ഞാൻ ആഗ്രഹിച്ചൊന്നും എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് എനിക്കിനി ലൈഫ് വേണ്ട. ഇതാക്കി തീർക്കാൻ പാരന്റ് എന്ന രീതിയിൽ അവർക്കും, അതുപോലെ നമ്മളെ മക്കളാണ് നാളെ ഇത് പറയുന്നതെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. കാരണം സ്വന്തം ശരീരത്തെ പോലും ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു കുട്ടി ആവുന്നുണ്ടെങ്കിൽ, ആ കുട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യനാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുപാട് ആ കുട്ടിയെ, ആ വ്യക്തിയെ അങ്ങനെ ആക്കി തീർത്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അങ്ങനെ പറയുമ്പോൾ ആ കുട്ടിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ഒരു മനുഷ്യനും നല്ലത് പറഞ്ഞിട്ടില്ല, ഒരു അംഗീകാരവും ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം നമ്മൾ അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കാൻ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റാ, പക്ഷെ നമ്മളിലേക്ക് വരുമ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് ആസ് എ പേഴ്സൺ എന്ന രീതിയിൽ നമ്മളിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ്? മനസ്സും ശരീരവും റിലേറ്റഡ് എന്ന് പറയുമ്പോൾ മനസ്സിന് എന്തെങ്കിലും ഒരു വേദന ഉണ്ടെങ്കിൽ അത് ശരീരത്തെ തളർത്തും, ഇല്ലേ? ശരീരത്തിന് ഒരു വേദന ഉണ്ടെങ്കിൽ മനസ്സിനെയും തളർത്തും. മനസ്സിന് നമുക്കൊരു മനപ്രയാസം ഉണ്ടായി, നമുക്ക് എന്തുണ്ടാവില്ല, വീട്ടിലെ ജോലി ചെയ്യാനോ അല്ലെ വേറെ എന്തെങ്കിലും ജോലി ചെയ്യാനോ, ഉറക്കില്ലായ്മ, ഇങ്ങനെ തുടങ്ങി ശരീരത്തെ ആകമാനം, ശരീരത്തിന്റെ ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്ന അളവിനെ അല്ലെങ്കിൽ ബാലൻസിനെ, ബയോളജിക്കൽ ബാലൻസിനെ തളർത്തും. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങൾ നമ്മുടെ മുമ്പിൽ ഇന്നുണ്ട്. ഇതിനൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് മാനസികമായ സംഘർഷം തന്നെയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലെ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓരോന്നും ജീവിക്കാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ ആകെ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ടൈം ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. അത് ഹെൽത്തിനും വെൽത്തിനും നമ്മുടെ സമയം നമുക്ക് വേണ്ടി ഏറ്റവും ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കണ്ട് നമ്മൾ ജീവിക്കുക, അത് മറക്കരുത്. അതാണ് ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കുക. ഇതിലേക്ക് വരുമ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് ആസ് എ വുമൺ എന്ന രീതിയിൽ, ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കള് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും അല്ലേ. അപ്പൊ ഇതുപോലെ ഓരോ വ്യക്തിയും ജീവിക്കുന്നത് അവരുടെ ചുറ്റുപാടുകളെ ആശ്രയിച്ചാണ്. അവരുടെ ചുറ്റുപാടുകൾ ഹാപ്പി ആവുമ്പോൾ അവരും ഹാപ്പിയാണ്, അവരുടെ ചുറ്റുപാടുകൾ ഹാപ്പി അല്ലെങ്കിൽ അവരും ഹാപ്പി അല്ല. അവരെന്തെങ്കിലും നോ പറഞ്ഞാൽ ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നു.
അവര് എനിക്കെല്ലാം തന്നു കഴിഞ്ഞ് ഞാൻ ഹാപ്പി ആവുന്നു. നമ്മൾ നമ്മളിലേക്ക് നോക്കാതെ ചുറ്റുപാടുകളെ ആശ്രയിച്ച് സന്തോഷം കണ്ടെത്തുന്ന ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. മണിക്കൂറുകളോളം റീൽസ് കണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷോർട്സ് കണ്ട് അവര് കാണിക്കുന്ന സന്തോഷം നമ്മൾതാണെന്ന് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്തരം ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ കാണാൻ നമ്മൾ മറന്നു പോകുന്നു എന്നാണ്.